ഹായ് കൂട്ടുകാരെ, അഖിൽ പി ധർമ്മരാജൻ്റെ സിനിമാറ്റിക് നോവലായ റാം കെയർ ഓഫ് ആനന്ദിയുടെ 8ാം ഭാഗം കേട്ടാലോ നമുക്കിന്ന്. ഇതിന് മുൻപുള്ള ഭാഗങ്ങൾ കേട്ടിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ആ ഭാഗം പോയി കേട്ടതിന് ശേഷം ഇത് കേൾക്കാൻ ശ്രമിക്കുമല്ലോ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് സന്ദർശിക്കുന്നവരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുമായ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നേരെ നമുക്ക് കഥയിലേക്ക് പോകാം. 1 മിനിറ്റ് മാത്രം ദൈർഘ്യമുണ്ടായിരുന്ന ആ കോൾ കട്ടായതും വെട്രി അവരെ 3 പേരെയും പരിഭ്രമത്തോടെ നോക്കി. ബേക്കറിയിലെ അണ്ണനെ വിളിച്ച് അയാൾ സ്വീറ്റ്സ് എടുക്കാൻ വീട്ടിൽ ചെന്നപ്പോൾ പാട്ടി മുറ്റത്ത് ബോധമില്ലാതെ കിടക്കുകയായിരുന്നുവെന്ന്. പാട്ടി ഇപ്പോൾ പോരൂരിലെ രാമചന്ദ്ര ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. വെട്രി പറഞ്ഞത് കേട്ടതും അവർ 3 പേരും ഒരുപോലെ ഞെട്ടി. വെട്രി, നിങ്ങൾ ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പൊയ്ക്കോ, ഞാൻ ശ്രീനിവാസ് സാറിനോട് പറഞ്ഞിട്ട് വന്നേക്കാം. ആനന്ദി പ്രിൻസിപ്പാളിൻ്റെ ഓഫീസ് ലക്ഷ്യമാക്കി വേഗത്തിൽ നടന്നു. എടാ, സമയം കളയാതെ വേഗം ബൈക്ക് എടുക്കടാ, രേഷ്മ പറഞ്ഞു. വെട്രി ധൃതിയിൽ ബൈക്ക് പാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് ഓടി. റാം, നീ ശിവസാറിനോട് കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വന്നേക്ക്. രേഷ്മ അവളുടെ വണ്ടിയുടെ കീ റാമിൻ്റെ കയ്യിലേക്ക് വച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. രേഷ്മ വണ്ടിയുടെ പിന്നിലേക്ക് ചാടിക്കയറിയതും വെട്രി വേഗത്തിൽ ബൈക്ക് ഓടിച്ചു പോയി. ശിവസാറിനോട് കാര്യം പറഞ്ഞിട്ട് റാം തിരികെ പാർക്കിങ്ങിലേക്ക് വരുമ്പോൾ ആനന്ദി അവളുടെ ലൂണ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കണ്ടത്. രാമചന്ദ്ര ഹോസ്പിറ്റൽ എവിടെയാണെന്ന് യാതൊരു ഐഡിയയും ഇല്ലാതിരുന്നതിനാൽ അവൻ രേഷ്മയുടെ വണ്ടി എടുക്കാൻ നിൽക്കാതെ ആനന്ദിയുടെ അരികിലേക്ക് വേഗത്തിൽ നടന്നു ചെന്നു. ആനന്ദി, ഞാനും കൂടി വരട്ടെ, അവൻ ചോദിച്ചു. വേഗം കയറിക്കോ. റാം ലൂണയുടെ പിന്നിലേക്ക് ചാടിക്കയറി. പാർക്കിംഗ് ഏരിയയിൽ നിന്നും റോഡിലേക്ക് ആ ലൂണ പാഞ്ഞുപോയി. നുങ്കമ്പാക്കം തെരുവിൽ തിരക്ക് തീരെ കുറവായിരുന്നെങ്കിലും അവർ മെയിൻ റോഡിലേക്ക് കടന്നതും നിരത്ത് മുഴുവനും വാഹനങ്ങളായിരുന്നു. നിസ്സാരമായ വിടവിലൂടെയെല്ലാം ആനന്ദി സ്കൂട്ടർ കുത്തിക്കയറ്റി മുന്നോട്ട് പോയി. അതിനിടയിൽ അവളുടെ പിന്നിലിരുന്ന റാം പലരുടെയും തെറിവിളികളും കേട്ടു. മുന്നിൽ കണ്ട ഗ്യാപ്പുകളിലൂടെയെല്ലാം അവൾ ഓരോ തവണ സ്കൂട്ടർ തിരിക്കുമ്പോഴും അവൻ വണ്ടിയുടെ പിൻവശത്തെ കമ്പിയിലായി മുറുകെ പിടിച്ചിരുന്നു. മെയിൻ റോഡിലെ തിരക്കുമൂലം ഇടതുവശത്ത് കണ്ട ഒരു ഇടറോഡിലേക്ക് അവർ വണ്ടി ഓടിച്ചു കയറ്റി. ഏതൊക്കെയോ ഇടവഴികളിലൂടെയും വീടുകൾക്ക് നടുവിലൂടെയും ആളുകൾ മൂത്രമൊഴിക്കാൻ നിന്നിരുന്ന ഇടുങ്ങിയ ചെറുവഴികളിലൂടെയുമെല്ലാം അവൾ അതിവേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അതുപോലെ കുറുക്കുവഴികൾ ആനന്ദിക്ക് എങ്ങനെ പരിചിതമായെന്ന് റാമിന് അത്ഭുതം തോന്നി. ഒരു ലൂണ സ്കൂട്ടറിന് അത്രയും വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുമെന്നും അവൻ തിരിച്ചറിഞ്ഞു. രാമചന്ദ്ര ഹോസ്പിറ്റലിൻ്റെ ഗേറ്റും കടന്ന് വണ്ടി പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തുമ്പോൾ റാമിൻ്റെ ഇരു ചെവികളിലും നേരിയ തരിപ്പ് തോന്നി. ഒബ്സർവേഷൻ വാർഡിലേക്ക് എത്തുമ്പോൾ പാട്ടി കട്ടിലിൽ മയങ്ങുകയായിരുന്നു. ഇടത് കൈയിൽ ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബെഡിനരികിൽ കിടന്നിരുന്ന സ്റ്റൂളിൽ 30 വയസ്സും പ്രായം തോന്നിച്ച തീരെ ഉയരം കുറഞ്ഞ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. ബാലാജി അണ്ണ, എന്താ പറ്റിയത്? ബെഡിനരികിൽ ചെന്നതും അയാളെ അടുത്ത് പരിചയമുള്ളതുപോലെ ആനന്ദി ചോദിച്ചു. മോളെ, ഞാൻ ചെല്ലുമ്പോൾ ഈ അമ്മ മുറ്റത്ത് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഡോക്ടർ പറഞ്ഞത് ഹൈ BP ആണെന്ന. ഭാഗ്യത്തിന് തലയൊന്നും ഇടിച്ച് വീഴാതിരുന്നത്. കൊണ്ടുവരുമ്പോൾ ബ്ലഡ് പ്രഷർ ലെവൽ ഒരുപാട് കൂടുതലായിരുന്നു. ഇപ്പോൾ നോർമലായിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ബോധം വീണപ്പോൾ നിങ്ങൾക്കൊപ്പം താമസിക്കുന്ന ആ പയ്യനില്ലേ വെട്രി, അവനെ വിളിക്കാനാണ് അമ്മ പറഞ്ഞത്. നമ്പറും കാണാതെ പറഞ്ഞു തന്നു. അങ്ങനെയാണ് ഞാൻ അവനെ വിളിക്കുന്നത്. എൻ്റെ പഴയ ഫോൺ മാറ്റിയതുകൊണ്ട് നമ്പരെല്ലാം പോയെന്നേ. ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ മോളെ വിളിച്ചേനെ, ബാലാജി അണ്ണൻ പറഞ്ഞു. ആനന്ദി പാട്ടി കിടന്നിരുന്ന കട്ടിലിലേക്കിരുന്നു. എന്നിട്ട് അവരുടെ നെറ്റിയിൽ തൊട്ടു നോക്കി. വണ്ടിയിൽ പെട്രോൾ തീർന്നതുകൊണ്ട് 10 മിനിറ്റ് കൂടി കഴിഞ്ഞാണ് രേഷ്മയും വെട്രിയും ഒബ്സർവേഷൻ വാർഡിലേക്ക് എത്തിയത്. കടയിൽ നിന്നും വിളി വന്നപ്പോൾ അവരോട് പറഞ്ഞിട്ട് ബാലാജി അണ്ണൻ തിരിച്ചുപോയി. പാട്ടി അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. റാമും വെട്രിയും കൂടി ഡോക്ടറെ കണ്ട ശേഷം തിരികെ വാർഡിലേക്ക് എത്തി. ഇതെന്താകും പാട്ടിക്ക് ഇത്ര പെട്ടെന്ന് ഹൈ BP ഒക്കെ വരാൻ കാരണം? രാവിലെ ഞാൻ പോരുമ്പോൾ ചിരിച്ചുകൊണ്ട് ടാറ്റയൊക്കെ തന്നതാണല്ലോ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് തലയിലെ ഞരമ്പ് പൊട്ടാൻ തക്കവണ്ണം പ്രഷർ ഉയർന്നുവെന്നാ. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ മരണം സംഭവിച്ചേനെന്ന് വെട്രി പറഞ്ഞത് കേട്ട് ആനന്ദി വിഷമത്തോടെ ഉറങ്ങിക്കിടക്കുന്ന പാട്ടിയെ നോക്കി. വെട്രി, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നീ പാട്ടി ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുകയും പോകാൻ നേരം ടാറ്റ കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ എന്നെങ്കിലും അവരുടെ ഒപ്പം വരുന്ന അവർ എങ്ങനെയാണ് ജീവിക്കുന്നത്, എന്ത് ചിന്തകളിലൂടെയാണ് ദിവസവും കടന്നു പോകുന്നത് എന്നൊക്കെ തിരക്കിയിട്ടുണ്ടോ? അവരുടെ ദേഹത്ത് സ്നേഹത്തോടെ എപ്പോഴെങ്കിലും നീ കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ? നെറ്റിക്ക് ഒരു ഉമ്മ കൊടുത്തിട്ടുണ്ടോ? ഓൺലൈനിൽ നീ ഓർഡർ ചെയ്യുന്ന ഡ്രസ്സൊക്കെ പാട്ടിയാണ് വാങ്ങി വയ്ക്കാറുള്ളത്. പക്ഷേ ഏതെങ്കിലും ഒരു ആഘോഷത്തിന് എന്തെങ്കിലും ഒരു വസ്ത്രം നീ അവർക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? അതൊക്കെ പോട്ടെ, വൃത്തിയായ അവർക്ക് സുഖമാണോ എന്നെങ്കിലും നീ അന്വേഷിക്കാറുണ്ടോ? ആനന്ദി വെട്രിയോട് ചോദിച്ചു. അവൻ മറുപടി ഒന്നും പറയാത്തത് കണ്ട് അവൾ വീണ്ടും തുടർന്നു. വെട്രി മാത്രമല്ല, നിങ്ങൾ കൂടി അറിയാൻ വേണ്ടി പറയുക. പാട്ടി ഈ നഗരത്തിൽ തീർത്തും ഒറ്റയ്ക്കാണ്. അവർക്ക് പ്രായമായെന്ന് കരുതി അവരുടെ ഫീലിങ്സും ആഗ്രഹങ്ങളുമെല്ലാം ഇല്ലതായി എന്നല്ല അർത്ഥം. നമ്മളെപ്പോലെ തന്നെ അവർക്കും ഒരുപാട് ആഗ്രഹങ്ങളും ഫീലിങ്സും ഒക്കെ ഉണ്ട്.
അല്ലെങ്കിൽ ഈ പ്രായത്തിലും ആ വീടും പത്മിനി കാറും താത്തയുടെ കുറേ ഓർമ്മകളുമൊക്കെയായി അവരിങ്ങനെ തനിച്ച് ജീവിക്കുമോ? പിന്നെ ഞാൻ മനസ്സിലാക്കിയത് വെച്ച് അവർ ഈ സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നത് താൻ തിരക്കിലാണെന്ന് സ്വയം വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങളായാണ്. അല്ലാതെ അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം പ്രതീക്ഷിച്ചിട്ടാണ് അവരിതൊക്കെ ചെയ്യുന്നതെന്ന് തോന്നുന്നില്ല. പിന്നെ ഞാനും വെട്രിയും പാട്ടിയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവർക്ക് ആരൊക്കെയോ ഉണ്ടെന്ന ഒരു തോന്നൽ വന്നിട്ടുണ്ട്. പാട്ടിക്ക് ഞങ്ങൾ രണ്ടാളും കൊടുക്കുന്ന വാടക തുകയേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാണ് അവർ ഓരോ ദിവസവും ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കുന്ന ഓരോരോ ഭക്ഷണങ്ങൾക്കുമായി ചിലവാക്കുന്നത്. അതൊക്കെ എന്തിനു വേണ്ടിയായിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. മക്കളോ ഭർത്താവോ ആരുമില്ലാതെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു സ്ത്രീ താൻ സ്നേഹിക്കുന്നവർ തന്നെ ഇട്ടിട്ട് പോകാതെ ഇരിക്കുവാനായി ഒരമ്മയെ പോലെയോ അതിനേക്കാൾ ഉപരിയോ നമ്മളെ കെയർ ചെയ്യുന്നതാണ് അതെല്ലാം. അവർ സ്നേഹിക്കുന്നവർ എന്നും അവർക്കൊപ്പം ഉണ്ടായിരിക്കണമെന്ന് അവർ അതിയായി ആഗ്രഹിക്കുന്നു. സത്യത്തിൽ എനിക്ക് പാട്ടിക്കൊപ്പം ഇരിക്കാൻ തീരെ സമയം കിട്ടാറില്ല. എങ്കിലും സമയം കിട്ടുമ്പോഴെല്ലാം ഞാനവരെ ശ്രദ്ധിക്കാറുണ്ട്. ആ സമയത്തൊക്കെ അവർക്ക് എന്ത് സന്തോഷമാണെന്നോ. താത്ത മരിക്കുന്നതിൻ്റെ തലേന്ന് വരെ പാട്ടിയെ എല്ലാ ദിവസവും വെളിയിൽ കൊണ്ടുപോകുമായിരുന്നു. യാത്രകൾ നടത്താൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സ്ത്രീയാണവർ. പക്ഷേ അയാൾ പോയതിനു ശേഷം ദിവസം മുഴുവൻ അവർ ആ വീട്ടിൽ തനിച്ചാണ്. ആരെങ്കിലും ഒന്ന് കൈപിടിച്ച് പുറത്തു കൊണ്ടുപോകുവാനും ഒപ്പമിരുന്ന് തൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനും അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ പൊങ്കലിന് ആദ്യമായി പാട്ടിക്ക് ഞാനൊരു സാരി വാങ്ങിക്കൊടുത്തു. പാവം അതും കെട്ടിപ്പിടിച്ച് കുറേ നേരം ഇരുന്ന് കരഞ്ഞു. അന്നാണ് അവർ എന്തുമാത്രം കാര്യങ്ങൾ മനസ്സിൽ അടക്കി വെച്ചിട്ടാണ് നമ്മളുടെ എല്ലാവരുടെയും മുന്നിൽ സന്തോഷത്തോടെ ഓടി നടക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഞാനും വെട്രിയും തമ്മിൽ എത്ര വഴക്കുണ്ടായാലും ഒരിക്കൽ പോലും വെട്രിയെ അവിടെ നിന്നും ഓടിച്ചു വിടണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടേയില്ല. കാരണം എനിക്കറിയാം എന്നേക്കാൾ കൂടുതൽ പാട്ടിക്ക് വെട്രിയാണിഷ്ടം. എന്തുണ്ടാക്കിയാലും എൻ്റെ മോൻ വെട്രിക്ക് എന്നും പറഞ്ഞ് ആദ്യമേ മാറ്റിവെക്കും. സ്വന്തമായ ഒരു മകനുണ്ടെങ്കിൽ എങ്ങനെ സ്നേഹിക്കുമോ അതുപോലെ അവനോടവർ സ്നേഹം കാണിക്കുന്നത്. എന്നാൽ വെട്രിക്ക് അതിൻ്റെ 1% സ്നേഹം പോലും തിരിച്ചുണ്ടെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. പുറത്തുപോയി ഓരോന്നും കഴിച്ചിട്ട് വന്നിട്ട് പാട്ടി അവന് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് ഒന്ന് രുചിച്ചു നോക്കുക പോലും ചെയ്യാറില്ല. വെട്രി, നീ ഒരിക്കലെങ്കിലും മനസ്സിലാക്കണം, അവർ നിനക്കായി ഉണ്ടാക്കി വെക്കുന്നത് വെറും ഭക്ഷണമല്ല, അത് അവർക്ക് നിന്നോടുള്ള കരുതലും സ്നേഹവുമാണ്. അങ്ങനെ കരുതി വെക്കുന്ന ആ ഭക്ഷണത്തെ നീ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാറില്ലെങ്കിലും അവർ വീണ്ടും വീണ്ടും നിനക്കായി ഓരോന്നും ഇങ്ങനെ കരുതി വെക്കും. എന്നിട്ടും അതിന് പിന്നിലുള്ള അവരുടെ സ്നേഹം നീ തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം. ഇപ്പോൾ അവർക്ക് ഒരു അപകടം സംഭവിച്ചപ്പോൾ എന്നെയല്ല നിന്നെയാണ് അവർ ആദ്യം ഓർമ്മ വന്നതും വിളിക്കാൻ പറഞ്ഞതും. ഈ പ്രായത്തിലുള്ള ഒരു സ്ത്രീ ഒരാളുടെ മൊബൈൽ നമ്പർ ഈ അവസ്ഥയിലും കാണാതെ പറയുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ നിന്നോട് എന്തുമാത്രം സ്നേഹമുണ്ടായിരിക്കുമെടാ. ആനന്ദി പറഞ്ഞു തീരുമ്പോൾ വെട്രിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. മുതിർന്നവരോട് എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കണമെന്ന് എനിക്കറിയില്ല ആനന്ദി. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ അമ്മയും അച്ഛനും കൂടി എന്നും വഴക്കാണ്. അതിനിടയിൽ അവർ രണ്ടാളും വേറെ കല്യാണം കഴിച്ച് മക്കളുമായി. എനിക്ക് അങ്ങനെയൊരു വികാരം ഇതുവരെ ആരോടും തോന്നിയിട്ടുമില്ല. ഈ പാട്ടിയെ ഒരു ഹൗസ് ഓണർ മാത്രമായിട്ടാണ് ഞാൻ കണ്ടേ. പക്ഷേ അവർ ഒരുപാട് മുകളിലാണ്. കടവുൾ സത്യമായിട്ടും ഞാനവരെ ഇനി ശ്രദ്ധിച്ചോളാം, സ്വന്തം അമ്മയെപ്പോലെ. വെട്രി ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ആങ്ങള കരയുന്നത് കണ്ടപ്പോൾ രേഷ്മയുടെയും കണ്ണുകൾ നിറഞ്ഞു. അവൾ വെട്രിയെ തന്നോട് ചേർത്ത് പിടിച്ചു. മയക്കമുണർന്ന പാട്ടി ചുറ്റും നോക്കി. അവരെ 4 പേരെയും ഒന്നിച്ച് തനിക്കരിയിൽ കണ്ടപ്പോൾ അവർ നിഷ്കളങ്കമായി ചിരിച്ചു. വെട്രി ഒന്ന് തിരിഞ്ഞിട്ട് തൻ്റെ കണ്ണുകൾ അമർത്തി തുടച്ചു. ശേഷം പാട്ടിയെ സ്നേഹത്തോടെ നോക്കി. ഓയ് ചിന്നപ്പെണ്ണേ, വീട്ടിൽ കിടന്നിറങ്ങാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണോ കുഞ്ഞുവാവ ആശുപത്രിയിൽ വന്ന് കിടക്കുന്നേ? വെട്രി പാട്ടിയെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് നെറ്റിയിലൊരു മുത്തം കൊടുത്തു. അത് കണ്ടപ്പോൾ ആനന്ദി സന്തോഷത്തോടെ ചിരിച്ചു. അവനോടൊപ്പം ആനന്ദിയും രേഷ്മയും റാമും ബെഡിനരികിലേക്ക് ചെന്ന് പാട്ടിയെ ചേർത്ത് പിടിച്ചു. ഞങ്ങൾ 4 മക്കൾ കൂടെയുള്ളപ്പോൾ ഈ പാട്ടിയമ്മ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ആനന്ദി പറഞ്ഞു. അവരുടെ 4 പേരുടെയും സ്നേഹത്തിൽ പാട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തോ നാടാ ഇവിടെ? രോഗിയെ എല്ലാവരും കൂടി ഞെരിച്ചു കൊല്ലുമോ? കുറേ നേരമായി ഇവിടെ നടക്കുന്ന നാടകങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നു. വാർഡിലെ ഡ്യൂട്ടി നേഴ്സ് ഒച്ച വെച്ചു. അവർ തങ്ങളുടെ സ്നേഹപ്രകടനങ്ങളുടെ ഇടയ്ക്ക് കയറി വന്നതിന് രേഷ്മ രൂക്ഷമായി അവരെ നോക്കി. എന്താ പെണ്ണെ തുറച്ചു നോക്കുന്നത്? രേഷ്മയുടെ നോട്ടം കണ്ട് അവർ ചോദിച്ചു. പെണ്ണമ്പിള്ളേ, നിങ്ങളുടെ അമ്മൂമ്മയുടെ കല്യാണം. രേഷ്മ എന്തോ മുഴുത്ത ചീത്ത പറഞ്ഞു തുടങ്ങിയതും ആനന്ദി അവളുടെ വാപൊത്തി പിടിച്ചു. വെട്രിയും റാമും പാട്ടിയും പരസ്പരം നോക്കി നിർത്താതെ ചിരിച്ചു. വൈകിട്ട് 6 മണിയോടെ പാട്ടിയെ ഡിസ്ചാർജ് ചെയ്തു. അവർ ഒരു ടാക്സിയിൽ പാട്ടിയെ കയറ്റി. ആനന്ദിയും രേഷ്മയും അവരോടൊപ്പം കയറി. വണ്ടി സൂക്ഷിച്ചു കൊള്ളണം കേട്ടല്ലോ.
ആദ്യമായിട്ടാണ് ഞാനൊരാൾക്ക് വണ്ടി കൊടുക്കുന്നത്. ടാക്സിക്കുള്ളിൽ ഇരുന്നുകൊണ്ട് ലൂണയുടെ കീ റാമിനെ ഏൽപ്പിച്ചിട്ട് ആനന്ദി പറഞ്ഞു. പറച്ചിൽ കേട്ടാൽ തോന്നും ഏതാണ്ട് ഇന്നലെ ഷോറൂമിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന വണ്ടിയാണെന്ന്. ഈ പാട്ട വണ്ടിക്ക് പാട്ടിയേക്കാൾ പ്രായം കാണും. വെട്രി തൻ്റെ വണ്ടിയെ പരിഹസിക്കുന്നത് കേട്ടപ്പോൾ ആനന്ദി അവനെ നോക്കി കുസൃതിയോടെ കണ്ണിറുക്കി. അവൻ അവളെ പല്ലിളിച്ച് കാണിച്ചു. ലൂണയിലായി ഗിണ്ടിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ റാമിന് അതുവരെ താൻ ഓടിച്ചിട്ടുള്ള വണ്ടികളോടൊന്നും തോന്നാത്ത എന്തോ ഒരു പ്രത്യേക ഇഷ്ടം ആനന്ദിയുടെ വണ്ടിയോട് തോന്നി. അതിൻ്റെ മീറ്ററിൽ അവനൊന്ന് തലോടി. വണ്ടിയുടെ മുന്നിൽ തൂക്കിയിട്ടിരിക്കുന്ന പൂമാലയിൽ നിന്നും ഇതളുകൾ അടർത്തി അവൻ മുകളിലേക്ക് എറിഞ്ഞു. റാമിൻ്റെ സമീപത്തു കൂടി ബൈക്ക് ഓടിച്ചു കൊണ്ടിരുന്ന വെട്രി അവൻ കാണിക്കുന്നതൊക്കെ കണ്ടിട്ട് ഇതെന്ത് കൂത്ത് എന്ന രീതിയിൽ അവനെ നോക്കി. ആഹാരവും മരുന്നുമൊക്കെ കഴിച്ച് പാട്ടി ഉറങ്ങുന്നത് വരെ ഒപ്പം വരുന്ന ശേഷമാണ് റാമും രേഷ്മയും തിരികെ വീട്ടിലേക്ക് പോയത്. അയ്യപ്പൻ താങ്കലിലേക്കുള്ള ബസ്സിലിരിക്കുമ്പോൾ നാട്ടിലേക്ക് വിളിച്ച് അവൻ തൻ്റെ അമ്മയുമായി ഓരോ വിശേഷങ്ങളും പങ്കുവച്ചു. അവൻ്റെ ജീവിതത്തിലേക്ക് പുതുതായി കടന്നെത്തിയ ഓരോ ആളുകളെയും അവൻ്റെ അമ്മയ്ക്കും പരിചിതമായിരുന്നു. ഫോൺ വിളിക്ക് ശേഷം സമീപകാലത്ത് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നെത്തിയവരെപ്പറ്റി റാം മനസ്സിൽ ഓർത്തു നോക്കി. ശരിക്കും തൻ്റെ ഒപ്പമുള്ളവരിൽ ബിനീഷേട്ടനൊഴികെ ബാക്കിയുള്ള എല്ലാവരും അപ്രതീക്ഷിതമായി തൻ്റെ ജീവിതത്തിലേക്ക് കടന്നെത്തിയവരാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. സർപ്രൈസുകൾ ഒളിപ്പിച്ചു വെച്ച് മുന്നോട്ടു പോകുന്ന തൻ്റെ ചെന്നൈ ജീവിതത്തോട് അവന് വല്ലാത്ത ഇഷ്ടം തോന്നി. അതോടൊപ്പം തനിക്ക് കഥ എഴുതി തുടങ്ങുവാൻ അനവധി കഥാപാത്രങ്ങളെ കിട്ടിയ സന്തോഷവും. 4 മാസങ്ങൾ കടന്നുപോയി. ഇക്കാലങ്ങളിൽ അവരുടെ എല്ലാം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചില്ലെങ്കിലും റാമും ആനന്ദിയും വെട്രിയും രേഷ്മയും പാട്ടിയും തമ്മിൽ കൂടുതൽ അടുപ്പമുണ്ടായി. മിക്ക സായാഹ്നങ്ങളിലും പാട്ടിയുമായി അവർ ബസന്ത് നഗർ ബീച്ചിലും മറീന ബീച്ചിലും സെമ്മൊഴി പൂങ്കാവനത്തിലുമൊക്കെ ചുറ്റിത്തിരിഞ്ഞു. ബസന്ത് നഗർ ബീച്ചിലോ മറീന ബീച്ചിലോ പോകുന്ന ദിവസങ്ങളിൽ ആനന്ദി ഒഴികെ ബാക്കി 4 പേരും റാം പറഞ്ഞു കൊടുത്ത ഒരു കളിയിൽ ഏർപ്പെട്ടു. അവൻ്റെ വീട് ആലപ്പുഴ ജില്ലയിലെ തീരദേശ മേഖലയിൽ ആയിരുന്നതിനാൽ ചെറുപ്പത്തിൽ അവനും കൂട്ടുകാരും ചേർന്ന് കടൽ തീരത്ത് പോയി പരസ്പരം ഒരു നിശ്ചിത അകലത്തിൽ നിന്നിട്ട് കടലമ്മ കള്ളി എന്ന് മണ്ണിൽ എഴുതി വയ്ക്കും. ശേഷം ആദ്യം ആരെഴുതിയ വാക്കുകളാണ് തിര വന്ന് മായ്ക്കുന്നതെന്ന് നോക്കി അങ്ങനെ നിൽക്കും. ഏറ്റവും കൂടുതൽ സമയം ആരുടെ എഴുത്താണോ നിലനിൽക്കുന്നത് അവരാണ് കളിയിലെ വിജയി. ഒരു ദിവസം റാം തമാശയ്ക്ക് ചെറുപ്പത്തിൽ കടൽ തീരത്ത് കളിച്ചിരിക്കുന്ന ആ കളിയെപ്പറ്റി അവരോട് പറഞ്ഞു. അപ്പോൾ തന്നെ പാട്ടി ഉൾപ്പെടെയുള്ളവർ ആ കളി കളിച്ചു നോക്കാൻ തയ്യാറായി. ആനന്ദിയെ കളിക്കാനായി വിളിച്ചപ്പോൾ അവൾ ദൂരെ കടലിലായി കിടക്കുന്ന മത്സ്യബന്ധന ബോട്ടുകൾ ചൂണ്ടിക്കാട്ടി. എന്നിട്ട് പറഞ്ഞു, ഒരുപാട് പേർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒന്നിനെയാണ് നിങ്ങൾ ഇതുപോലെ എഴുതി ആക്ഷേപിക്കുന്നത്. അതിന് മറുപടിയായി അവർ 4 പേരും ചേർന്ന് അവളെ തൊഴുതു കാണിച്ചു. ശേഷം കടൽ തീരത്തായി കടലമ്മ ഫ്രോഡ് എന്നെഴുതിയിട്ട് കൊണ്ട് കളി ആരംഭിച്ചു. ബസന്ത് നഗർ ബീച്ചിൻ്റെ തീരത്ത് കളിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസമാണ് പാട്ടി അവരുടെ നാടായ തഞ്ചാവൂർ ജില്ലയിലെ അല്ലി ഗ്രാമത്തിലെ തിരുവിഴയെപ്പറ്റി പറയുന്നത്. എല്ലാ വർഷവും അവർ സ്വന്തം നാട്ടിലേക്ക് മുടങ്ങാതെ പോകുന്നത് ആ ഒരൊറ്റ കാര്യത്തിനു വേണ്ടി മാത്രമായിരുന്നു. പാട്ടിയുടെ കുടുംബത്തിലെ ഭൂരിഭാഗം അംഗങ്ങളും ആ വിശേഷത്തിൽ പങ്കെടുക്കുവാനായി പല ഭാഗങ്ങളിൽ നിന്നും വർഷത്തിലൊരിക്കൽ കുടുംബ വീട്ടിൽ ഒത്തുകൂടിയിരുന്നു. തലേ വർഷം പാട്ടി ആനന്ദിയെയും കൂട്ടിയാണ് തഞ്ചാവൂരിലേക്ക് പോയത്. തിരുവിഴ അടുത്തുവെന്ന് കേട്ടപ്പോഴേ ആനന്ദിക്കും ആവേശമായി. കാരണം ഒരു തവണ മാത്രമേ പാട്ടിയുടെ നാട്ടിലേക്ക് പോയിട്ടുള്ളൂ എങ്കിലും ആ ദിവസങ്ങൾ അവൾക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. അവളുടെ അനുഭവങ്ങൾ കേട്ടതും രേഷ്മയ്ക്കും വെട്രിക്കും റാമിനും പാട്ടിയുടെ അല്ലിഗ്രാമവും കുടുംബ വീടും കാളിയമ്മൻ കോവിലിലെ തിരുവിഴിയുമൊക്കെ കാണാൻ തിടുക്കമായി. ഒടുവിൽ അടുത്ത വെള്ളിയാഴ്ച പാട്ടിയുടെ നാടായ തഞ്ചാവൂരിലേക്ക് പോകാമെന്ന് അവർ മൂവരും ചേർന്ന് തീരുമാനമെടുത്തു. ശനിയാഴ്ചയായിരുന്നു തിരുവിഴ. ചെന്നൈ എഗ്മോർ സ്റ്റേഷനിൽ നിന്നും വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് പുറപ്പെടുന്ന തിരുച്ചെന്തൂർ എക്സ്പ്രസ്സിൽ പോയാൽ അന്നത്തെ ക്ലാസ് മിസ്സാവാതെ 2 ദിവസം തഞ്ചാവൂരിൽ അടിച്ചു പൊളിച്ച ശേഷം ഞായറാഴ്ച രാത്രിയോടെ മടങ്ങിയെത്താം എന്നതായിരുന്നു അവരുടെ തീരുമാനം. എല്ലാവരും ചേർന്ന് പാട്ടിയുടെ ഗ്രാമത്തിലേക്ക് പോകാമെന്ന് തീരുമാനമെടുത്തത് മുതൽ പാട്ടിയുടെ മുഖത്ത് വല്ലാത്ത സന്തോഷമായിരുന്നു. റാം ബിനീഷേട്ടനോടും കിരണിനോടും തൻ്റെ യാത്രയുടെ കാര്യം അന്ന് തന്നെ വെളിപ്പെടുത്തി. ബിനീഷേട്ടൻ എന്തെങ്കിലും പറയുമോ എന്നായിരുന്നു റാമിൻ്റെ ആശങ്ക. പക്ഷേ അന്നന്ന് നടക്കുന്ന കാര്യങ്ങൾ അവൻ കൃത്യമായി ധരിപ്പിച്ചിരുന്നതിനാൽ അയാൾക്കും അവൻ പോകുന്നതിൽ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ദിവസങ്ങൾ ഓരോന്നായി വീണ്ടും കടന്നുപോയിക്കൊണ്ടിരുന്നു. ആനന്ദി സ്ഥലക്കച്ചവടങ്ങളുടെയും വാടക വീടുകളുടെയും ബ്രോക്കറായും ചെറിയ ചെറിയ ചടങ്ങുകളുടെയും ഇവൻറ്റുകൾ പിടിച്ച് ഭംഗിയായി നടത്തിക്കൊടുക്കുന്ന ഇവൻറ്റ് കമ്പനിയുടെ മുതലാളിയായും പൂമാല സപ്ലൈ ചെയ്യുന്ന ആളായുമൊക്കെ ജോലി മാറിയും തിരിഞ്ഞും ചെയ്തുകൊണ്ടിരുന്നു. വെട്രിയും രേഷ്മയും ചേർന്ന് കാമുകന്മാരെ പോലെ ചെറു മ്യൂസിക് വീഡിയോകൾ ചെയ്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലുമൊക്കെ പോസ്റ്റ് ചെയ്ത് ലൈക്കുകൾ വാരിക്കൂട്ടി. പാട്ടി തൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോകുവാനും താൻ വീട്ടിലില്ലാത്ത ദിവസങ്ങളിൽ ബേക്കറികളിൽ മധുരപലഹാരങ്ങൾക്ക് ക്ഷാമം വരാതിരിക്കുവാൻ വേണ്ടിയും അധികമായി മധുരപലഹാരങ്ങൾ ഉണ്ടാക്കി പെട്ടികളിലാക്കി വയ്ക്കുന്ന തിരക്കിലായിരുന്നു.
രാമൻ്റെ ദിവസങ്ങളും ആ ആഴ്ചയുടെ അവസാനത്തെ ലക്ഷ്യം വച്ചുള്ളതായിരുന്നു. എങ്കിലും ദിവസവും രാവിലെ കോളേജിലേക്കുള്ള യാത്രയ്ക്കിടയിൽ അവൻ മല്ലിയെ കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. മല്ലി അതിനോടകം അവളുടെ കൂട്ടുകാരെയെല്ലാം അവന് പരിചയപ്പെടുത്തിയിരുന്നു. ഒരു ദിവസം അവർ തമ്മിലുള്ള സംസാരത്തിനിടയിൽ മല്ലി അത്രയും നാൾ സ്വരുക്കൂട്ടിയ പണം കൊണ്ട് അവളുടെ അനുജന് ഒരു ബൈക്ക് വാങ്ങിക്കൊടുക്കുവാൻ പോവുകയാണെന്ന് പറഞ്ഞു. അമ്മയെ വിളിക്കുമ്പോഴൊക്കെ അനുജൻ ബൈക്ക് വേണമെന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ വഴക്കുണ്ടാക്കാറുണ്ടെന്ന് അവൾക്ക് അറിവുള്ള കാര്യമായിരുന്നു. വീട്ടിലേക്ക് പോകുവാനുള്ള ഒരു വഴി കൂടിയായി ആ ബൈക്ക് വാങ്ങിക്കൊടുക്കലിലൂടെ മല്ലു ഉദ്ദേശിക്കുന്നുണ്ടെന്ന് റാം ഊഹിച്ചു. അങ്ങനെ അവർ 5 പേരും ഒരുപോലെ കാത്തിരുന്ന വെള്ളിയാഴ്ച വന്നെത്തി. 2. റാം കോളേജിലേക്ക് തൻ്റെ ട്രാവൽ ബാഗ് കൂടി പാക്ക് ചെയ്ത് കൊണ്ടുവന്നിരുന്നു. ഉച്ചയ്ക്ക് അമ്മ ഉണവകത്തിലേക്ക് അവർ 4 പേരും ഒന്നിച്ചാണ് പോയത്. ഉണവകത്തിലിരിക്കുമ്പോൾ ആനന്ദിക്ക് ഒരു കോൾ വന്നു. ആ കോൾ എടുത്ത് സംസാരിച്ച ശേഷം അവളുടെ പദ്ധതിയിൽ ചെറിയ മാറ്റമുണ്ടായി. വൈകിട്ട് 3 മണിക്ക് കോളേജ് വിടുമ്പോൾ അവർ 4 പേരും ചേർന്ന് പാട്ടിയുടെ അടുത്തേക്ക് ചെന്ന് അവരെയും കൂട്ടി ഒരു ടാക്സിയിൽ ഒരുമിച്ച് എഗ്മോർ സ്റ്റേഷനിലേക്ക് പോകുവാനായിരുന്നു പ്ലാൻ. പക്ഷേ ആനന്ദിയെ അവൾ തലേന്ന് ഏതോ സ്ഥലം കാണിച്ച പാട്ടി വിളിച്ചതിനാൽ അവരെ പോയി കണ്ടതിന് ശേഷം റെയിൽവേ സ്റ്റേഷനിലേക്ക് നേരെ എത്തിക്കൊള്ളാം എന്നവൾ പറഞ്ഞു. വീട്ടിൽ പാക്ക് ചെയ്തു വച്ചിരിക്കുന്ന തൻ്റെ ബാഗ് കൂടി എടുക്കുവാൻ ആനന്ദി അവരെ ഏൽപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ 3 മണിക്ക് കോളേജ് വിട്ടതും റാമും വെട്രിയും രേഷ്മയും ചേർന്ന് പാട്ടിയുടെ അടുത്തേക്ക് പോയി. അവൾ എവിടെ? എല്ലാം റെഡിയാക്കി തൊട്ടടുത്ത തെരുവിലെ പരിചയക്കാരനായ മുരുകണ്ണൻ്റെ ടാക്സിയും വിളിച്ച് ഗേറ്റിന് മുന്നിൽ നിന്നിരുന്ന പാട്ടി ചോദിച്ചു. അവൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നോളും പാട്ടി, രേഷ്മ പറഞ്ഞു. നമ്മൾ പോകുമല്ലേ, സമയം 3:30 ആവുന്നു. ഇപ്പോൾ ഇറങ്ങിയാലേ കറക്റ്റായിട്ട് അവിടെ എത്തൂ, ടാക്സി ഡ്രൈവർ മുരുകണ്ണൻ വാച്ചിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. രേഷ്മ സ്കൂട്ടർ ലോക്ക് ചെയ്ത് സുരക്ഷിതമായി വച്ച ശേഷം ഓടിപ്പോയി ആനന്ദിയുടെ ബാഗ് കൂടി വണ്ടിയിലേക്ക് എടുത്തു കൊണ്ടുവന്ന് വെച്ചു. സ്റ്റേഷനിലേക്ക് പോകുന്നതിനിടയിൽ റാം ആനന്ദിയുടെ ഫോണിലേക്ക് വിളിച്ചു. സ്റ്റേഷന് സമീപത്തൊരിടത്താണ് ആനന്ദിയുള്ളത്. അവർ സ്റ്റേഷനിലെത്തുമ്പോഴേക്കും വിളിച്ചാൽ എത്തിച്ചേരാമെന്ന് ആനന്ദി പറഞ്ഞു. മുരുകണ്ണൻ ട്രെയിൻ വിടാൻ 5 മിനിറ്റുള്ളപ്പോൾ അവരെ സ്റ്റേഷനിലെത്തിച്ചു. ആനന്ദി, ഞങ്ങളിവിടെ എത്തി, ട്രെയിൻ വിടാറായി, നീ ഇതെവിടാ? ഞാൻ ദേ എത്തി റാം, വണ്ടി പാർക്ക് ചെയ്യുക. S1 അല്ലേ, നിങ്ങൾ കയറിക്കോ, ഞാൻ പെട്ടെന്നെത്താം. ബാഗും തൂക്കി S1 കമ്പാർട്ട്മെൻറ്റ് ലക്ഷ്യമാക്കി നടക്കുന്നതിനിടയിൽ റാം വീണ്ടും അവളെ വിളിച്ചപ്പോൾ ആനന്ദി പറഞ്ഞു. പാട്ടിയും രേഷ്മയും വെട്രിയും തങ്ങളുടെ സീറ്റുകൾ ബാഗുകൾ കൊണ്ടുപോയി വച്ച ശേഷം ഡോറിൽ വന്നു നിന്നു. വെട്രി റാമിനോടൊപ്പം പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി നിന്നു. ഇവൾക്ക് ഈ സമയത്ത് തന്നെ ഇമാതിരി പണി കാണിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? എത്രയായാലും കാശിനോടുള്ള ആർത്തി മാറില്ല. ഇല്ലെങ്കിൽ നമ്മളെല്ലാം കൂടി എടുത്ത തീരുമാനം മാറ്റി അവൾ സ്ഥലക്കച്ചവടം നടത്താൻ പോകുമോ? എനിക്ക് ദേ ഇവൾക്കുമുണ്ട് 1000 കാര്യങ്ങൾ. ഇവളെ വിടാഞ്ഞിട്ട് എനിക്ക് വെറുപ്പുള്ള ഇവളുടെ തള്ളയുടെ കാല് വരെ പിടിച്ചിട്ടാ ഇത്രയും ദൂരം ഇവളെ വിട്ടെ. എന്തിനാ? എല്ലാവരും ഒന്നിച്ചുള്ള സന്തോഷത്തിന് വേണ്ടിയിട്ട്. അപ്പോഴുണ്ട് കൂട്ടത്തിലൊരാൾ സ്ഥലക്കച്ചവടത്തിന് പോയേക്കുന്നു. വെട്രി ദേഷ്യത്തോടെ പാട്ടിയെ നോക്കി. പാട്ടി അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. പകരം പ്ലാറ്റ്ഫോമിൻ്റെ അങ്ങേയറ്റത്തേക്ക് എത്തി നോക്കിക്കൊണ്ടിരുന്നു. ട്രെയിൻ പുറപ്പെടാൻ സമയമായതിനാൽ രേഷ്മയും വല്ലാതെ ടെൻഷനായി. റാം ആനന്ദിയുടെ ഫോണിലേക്ക് വീണ്ടും വിളിച്ചു. ആനന്ദി, നീ ഇത് എവിടെ പോയി കിടക്കുക? അവൻ ദേഷ്യത്തിൽ ചോദിച്ചു. റാം ദേ എത്തി. അവൾ അത് പറഞ്ഞതും ട്രെയിൻ തീവ്രത നിറഞ്ഞ ശബ്ദത്തിൽ ഹോൺ മുഴക്കി. എവിടെ എത്തിയെന്ന്? ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഇവിടെ എത്തും മുൻപ് നിന്നെ വിളിച്ചു. അപ്പോൾ തൊട്ട് നീ ഇത് തന്നെയാണ് പറയുന്നത്. നിനക്ക് ഇതിനേക്കാൾ വലുത് കാശാണെങ്കിൽ അത് പറ, ഞങ്ങൾ പൊയ്ക്കോളാം. റാം ദേഷ്യപ്പെട്ട് കോൾ കട്ടാക്കി. വെട്രിയും റാമും കടുത്ത ദേഷ്യത്തിലായിരുന്നുവെങ്കിലും പ്ലാറ്റ്ഫോമിൻ്റെ അങ്ങേ തലയ്ക്കൽ വരെയും അവർ ഇരുവരുടെയും വീക്ഷണ കോൺ നീണ്ടു കിടപ്പുണ്ടായിരുന്നു. ദേ ട്രെയിൻ എടുത്തു, നമുക്ക് ഇറങ്ങിയാലോ? പാട്ടി ഡോറിൽ നിന്നുകൊണ്ട് വെട്രിയും റാമിനെയും നോക്കി ചോദിച്ചു. രേഷ്മയും ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കാതെ പാട്ടിക്കൊപ്പം ഡോറിൽ നിൽപ്പുണ്ടായിരുന്നു. അവൾ വന്നില്ലെങ്കിൽ വരണ്ട, കയറി വെട്രി. വെട്രിയുടെ തോൾ തട്ടിക്കൊണ്ട് റാം പറഞ്ഞു. ഒരു വട്ടം കൂടി പ്ലാറ്റ്ഫോമിൻ്റെ അങ്ങേയറ്റം വരെ നോക്കിയ ശേഷം നീങ്ങി തുടങ്ങിയ ട്രെയിനിലേക്ക് വെട്രി ചാടിക്കയറി. തൊട്ടു പിന്നാലെ റാമും ഉള്ളിലേക്ക് കയറി. രേഷ്മേ, നീ പാട്ടിയും കൂട്ടി സീറ്റിൽ പോയിരിക്കും. റാം രേഷ്മയെ നോക്കി വല്ലാത്ത രീതിയിൽ പറഞ്ഞു. ശുഭമായി തുടങ്ങേണ്ടിയിരുന്ന ആ യാത്ര അത്തരത്തിൽ ആരംഭിക്കേണ്ടി വന്ന വിഷമം പാട്ടിയുടെ മുഖത്തും പ്രകടമായിരുന്നു. റാമിനെയും വെട്രിയെയും നിരാശയോടെ നോക്കി പാട്ടി രേഷ്മയുടെ ഒപ്പം തങ്ങളുടെ സീറ്റുകളിലേക്ക് നടന്നു. മച്ച, ഞാൻ യൂറിൻ പാസ് ചെയ്തിട്ട് വന്നേക്കാം, നീ സീറ്റിലേക്ക് പൊയ്ക്കോ. വെട്രി ടോയ്ലറ്റിലേക്ക് കയറി വാതിലടച്ചു. റാം പാട്ടിയും രേഷ്മയും പോയ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നു. ട്രെയിൻ നേരിയ രീതിയിൽ വേഗത കൈവരിച്ചിരിക്കുന്നു. പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളുകളെയെല്ലാം കടന്ന് ബോഗികൾ മുന്നിലേക്ക് പോയിക്കൊണ്ടിരുന്നു. റാം സീറ്റിലേക്ക് നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് ആനന്ദിയുടെ കോൾ വന്നു. ഹലോ റാം, ട്രെയിൻ വിട്ടു, അവൾ എടുത്തിടാൻ കിതപ്പോടെ പറഞ്ഞു. റാം വേഗത്തിൽ തിരികെ ഡോറിലെത്തി. അപ്പോഴേക്കും ട്രെയിനിൻ്റെ പകുതി ഭാഗവും പ്ലാറ്റ്ഫോം അവസാനിക്കുന്ന ഇടവും കഴിഞ്ഞിരുന്നു. പ്ലാറ്റ്ഫോമിൻ്റെ അങ്ങേയറ്റത്ത് ആനന്ദി കിതച്ചുകൊണ്ട് നടുവിൽ കൈയും കൊടുത്തു നിൽക്കുന്നു. റാം, ഇയാൾ കേൾക്കുന്നില്ലേ? ഉണ്ട്, പറ. ഡോറിൽ നിന്ന് അവളെ നോക്കിക്കൊണ്ടവൻ പറഞ്ഞു.
എടോ എനിക്ക് തന്നെ കാണാം, എനിക്കും വരണം തഞ്ചാവൂർ. അതിനിപ്പോൾ ഞാനെന്ത് ചെയ്യാനാ? നീ വരുന്നത് നോക്കി നിൽക്കാൻ ഇന്ത്യൻ റെയിൽവേ നിൻ്റെ തന്തയുടെ വകയല്ല. പെട്ടെന്ന് ആനന്ദി നിശബ്ദയായി. 3-4 സെക്കൻഡുകൾ ഇരുവരും ഒന്നും സംസാരിച്ചില്ല. ആനന്ദി, അഥവാ ഞാനിപ്പോൾ ഇവിടെ ചാടിയിറങ്ങിയാൽ തഞ്ചാവൂരിലേക്കുള്ള എൻ്റെ യാത്രാ ചെലവ് മുഴുവൻ നീ എടുക്കുവോ? അവൻ ചോദിച്ചു. സത്യമായിട്ട് എടുക്കാം. ചാടറാം, ചാട്, ആവേശത്തോടെ അവൾ വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും S1 ബോഗി പ്ലാറ്റ്ഫോമിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരുന്നു. ആ വേഗതയിൽ ചാടിയാൽ മുന്നോട്ട് ഓടി നിൽക്കാൻ പ്ലാറ്റ്ഫോം ഇല്ലാത്തത് കണ്ടപ്പോൾ ഒരു നിമിഷം അവൻ ശങ്കിച്ചു. എങ്കിലും രണ്ടും കൽപ്പിച്ച് ഡോറിൽ മുന്നോട്ട് തിരിഞ്ഞു നിന്ന് ഇടതുകാൽ പ്ലാറ്റ്ഫോമിലേക്ക് നീട്ടി സകല ദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് റാം ട്രെയിനിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് ചാടി ഓടി. പ്ലാറ്റ്ഫോമിൻ്റെ അവസാന ഭാഗത്ത് ഇറക്കത്തിലൂടെ ഓടി റെയിൽവേയുടെ പോസ്റ്റിൽ പിടിച്ച് അവൻ കിതച്ചുകൊണ്ട് നിന്നു. റെയിൽവേ പോലീസ് കണ്ടിരുന്നെങ്കിൽ തീർച്ചയായും അവനെതിരെ കേസെടുക്കുമായിരുന്നു. 1 മിനിറ്റോളം എടുത്തു റാമിൻ്റെ കാലുകളിലെ തരിപ്പും നെഞ്ചിലെ പിടപ്പും ഒന്ന് മാറുവാൻ. അവൻ പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് വെട്രിയെ വിളിച്ചു. ഹലോ മച്ച, എന്താ ഫോണിൽ? സംശയത്തോടെ വെട്രി ചോദിച്ചു. വെട്രി, നീ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങിയോ? ദേ ഇറങ്ങി. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുക. ഓക്കെ, എങ്കിൽ നീ ഒന്ന് പാട്ടിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്ക്. പാട്ടിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കാനോ? നീ ഇതെവിടാ? വെട്രി അത്ഭുതത്തോടെ ചോദിച്ചു. അതൊക്കെ പറയാം, നീ പാട്ടിക്ക് കൊടുക്ക്. വെട്രി ഏതാനും സെക്കൻഡുകൾക്കകം പാട്ടിയുടെ കയ്യിലേക്ക് ഫോൺ കൈമാറി. ഹലോ. ഫോണിലൂടെ പാട്ടിയുടെ ശബ്ദം കേട്ടു. പാട്ടി, ഞാൻ ട്രെയിനിൽ നിന്നും ഇറങ്ങി. ആനന്ദി എൻ്റെ കൂടെയുണ്ട്. ഞങ്ങൾ അങ്ങ് എത്തിക്കോളാം. പാട്ടി, 1 വർഷത്തിനു ശേഷം നാട്ടിൽ പോകുമല്ലേ? ഇങ്ങനെ മനസ്സിൽ വിഷമവും വച്ചുകൊണ്ട് പോകണ്ട. ഞാൻ പാട്ടിയുടെ ഓമനപുത്രിയും കൊണ്ട് അങ്ങ് എത്തിക്കോളാം. റാം പറഞ്ഞു നിർത്തിയതും പാട്ടിയുടെ സന്തോഷത്തോടെയുള്ള ഒരു ചിരി ഫോണിലൂടെ അവൻ കേട്ടു. നിങ്ങൾ സൂക്ഷിച്ച് വാ കേട്ടോ. പാട്ടി അത് പറഞ്ഞതും വെട്രി അവരുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചു. എടാ മഹാഭാബി, നീ അവൾക്ക് വേണ്ടി ഞങ്ങളെ ഇട്ടേച്ച് പോയോടാ ദുഷ്ടാ. ഏതായാലും എൻ്റെ വക അവൾക്കിട്ട് 2 കുനിച്ച് നിർത്തി ഇടി കൊടുത്തേക്ക്. എന്നിട്ട് വേണം എനിക്കിട്ടവൾ ഗുമ്മാങ്കുത്ത് കുത്താൻ. റാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്തായാലും നിങ്ങൾ വാ. ഞാൻ ഇനി 6.5 മണിക്കൂർ ഈ രാക്ഷസിയും സഹിച്ച് എങ്ങനെ ഇരിക്കുമോ എന്തോ. ഫോണിലൂടെ പടക്കം പൊട്ടുന്നത് പോലുള്ള ഒരച്ചയും തുടർന്ന് രേഷ്മയുടെ കരച്ചിലും പാട്ടി രണ്ടുപേരെയും ചീത്ത വിളിക്കുന്നതും കേട്ടപ്പോൾ റാം ചിരിച്ചുകൊണ്ട് കോൾ കട്ടാക്കി. ആനന്ദി ചെറിയ പുഞ്ചിരിയുമായി അവനെയും നോക്കി സൈഡ് ബാഗും വിരലിൽ കൊരുത്തുകൊണ്ട് ട്രാക്കിൻ്റെ സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു. അവളെ കണ്ടതും റാം ഗൗരവത്തിൽ തൻ്റെ മീശയും പിരിച്ച് നെഞ്ചും വിരിച്ച് മുന്നിലേക്ക് കയറി നടന്നു. അവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാവാതെ ആനന്ദി അവൻ്റെ പിന്നാലെ നടന്നു. പ്രിയ കൂട്ടുകാരെ, കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ? കഥ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുതേ. ഇനി ഈ കഥയുടെ അടുത്ത ഭാഗവുമായി ഞാൻ വരും വരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വിട.